CPM-ന്റെ ഒരു പ്രധാനപ്പെട്ട ജില്ലാ നേതാവിനെ ഏരിയ കമ്മിറ്റി അംഗം കൂടിയാവുന്ന ഏരിയ സെക്രട്ടറി 2 ടേമിൽ ഏരിയ സെക്രട്ടറി ആയിരുന്ന വ്യക്തി തൊട്ടു പിന്നാലെ BJP-ക്കൊപ്പം ചെയ്തു. CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ആയിരുന്നാണ് ഒരു ദിവസം മുമ്പ് വരെ. അത്തരം ഒരാളാണ് BJP-യിലേക്ക്. എങ്ങനെയാണ് BJP-ക്ക് രാഷ്ട്രീയമായി ഇത് ഗുണം ചെയ്യാൻ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് BJP-യുടെ കേരളത്തിലെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിനും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിന്, കേരളത്തിലെ പൊതുസമൂഹത്തിന് ഏറ്റവും ഗുണകരമായ തീരുമാനമാണ് ശ്രീ മധു മുല്ലശ്ശേരി അദ്ദേഹം എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 1/4 നൂറ്റാണ്ടോളം CPM-ന്റെ വിവിധ സംഘടനാ ചുമതല വഹിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീ മധു മുല്ലശ്ശേരി. അദ്ദേഹം പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി മുതൽ ഏരിയ സെക്രട്ടറി വരെ ആയിരുന്ന കാലഘട്ടങ്ങളിൽ നിരവധി ആ പാർട്ടിയുടെ പ്രവർത്തനത്തിന് വേണ്ടി, മുന്നേറ്റത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തത് അക്കമിട്ട് നിരത്തിയിരുന്നു. പക്ഷേ അദ്ദേഹത്തെ പോലുള്ള മികച്ച സംഘാടകന്മാർക്ക് ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയാത്ത തരത്തിൽ ജീർണത ബാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പറയുന്ന ആശയങ്ങൾ ഒന്നും തന്നെ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. മറ്റു പല കാര്യങ്ങളുണ്ട്, അദ്ദേഹം വഴി അത് പറഞ്ഞോളും. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ഇത്രയും ഒരു 4 പതിറ്റാണ്ട് പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള ഒരു വ്യക്തിക്ക് പൊതുസമൂഹത്തിൽ ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവരൊക്കെ വിശ്വസിച്ച ആശയം ഇന്ന് നടപ്പിലാക്കുന്നത്, ഈ രാജ്യത്ത് നടപ്പിലാക്കുന്നത് നരേന്ദ്രമോദിയും BJP-യുമാണ്. സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്നു, അഴിമതിയില്ലാത്ത ഭരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഗവൺമെന്റ് നടപ്പിലാക്കുന്ന ഓരോ പദ്ധതികളും സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും BJP-യുടെ വോട്ട് വിഹിതം 10,000 കണക്കിന് വർദ്ധിക്കുന്നു ഓരോ മണ്ഡലത്തിലും. അപ്പോൾ ജനകീയ അടിത്തറ വർദ്ധിക്കുന്നത് ജനങ്ങൾ BJP-യുടെ പ്രവർത്തനത്തിൽ ആകൃഷ്ടരാകുന്നതുകൊണ്ടാണെന്ന് പറയുന്നു. തീർച്ചയായിട്ടും അദ്ദേഹവുമായിട്ട് ഞങ്ങൾ 1-2 തവണ സംസാരിച്ചു. ഞങ്ങളുടെ പാർട്ടിയിലേക്ക് അദ്ദേഹത്തിന്റെ സേവനം ഇനി ആവശ്യമാണ്, കേരളത്തിന് BJP-യുടെ സേവനം ആവശ്യമാണെന്നുള്ള ഞങ്ങളുടെ നിർദ്ദേശം, ഞങ്ങളുടെ സന്ദേശം, സംസ്ഥാന അധ്യക്ഷന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളുടെ സന്ദേശം അദ്ദേഹത്തിന് കൈമാറി. അദ്ദേഹം അടുത്ത വൃത്തങ്ങളുമായും കുടുംബാംഗങ്ങളുമൊക്കെ ആലോചിച്ചിട്ട് ഇന്നലെ രാത്രിയോടുകൂടി BJP-യുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് സംഘടനാപരമായ ചില കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു, സമൂഹത്തിന്റെ മുഴുവനുള്ള പുരോഗതിക്കായിട്ട്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാർ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണാനായിട്ട് എത്തും. നാളെ സംസ്ഥാന അധ്യക്ഷൻ തിരുവനന്തപുരത്ത് എത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ശ്രീ മധു മുല്ലശ്ശേരി BJP-യുടെ മെമ്പർഷിപ്പ് സ്വീകരിക്കും. മാർക്സിസ്റ്റ് പാർട്ടിക്ക് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ LDF-നേക്കാളും 80,000 വോട്ട് BJP-ക്ക് തിരുവനന്തപുരം ജില്ലയിൽ കൂടുതലായിരുന്നു. അതിനുശേഷം ഏറ്റവും വലിയ തിരിച്ചടി അവരുടെ, ഇപ്പോൾ ഒരു ഏരിയ സെക്രട്ടറിയാണ് ഇപ്പോൾ വന്നത്, പക്ഷേ നിരവധി ബ്രാഞ്ച് സെക്രട്ടറിമാരും ബ്രാഞ്ച് മെമ്പർമാരും ഞങ്ങളുടെ പ്രാദേശിക പ്രവർത്തകരുമായി സമ്പർക്കത്തിലാണ്. പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുണ്ട്, അസംതൃപ്തിയുണ്ട്. അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തെറ്റായ പോക്കിൽ, പാർട്ടിയുടെ നയവ്യതിയാനത്തിൽ, അതിലൊക്കെ തന്നെ വ്രണിതഹൃദയരായ 100 കണക്കിന് സാധാരണ CPM പ്രവർത്തകർ ഞങ്ങളുടെ പ്രാദേശിക പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെയും തിരുവനന്തപുരത്ത് നിന്നുള്ള LDF-ന്റെ 2 മന്ത്രിമാരുടെ ഒക്കെ ബൂത്തിൽ BJP ലീഡ് ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അല്ല, സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ പോലെ പാരമ്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകൻ പ്രവർത്തിച്ചെന്ന പ്രസ്ഥാനവുമായി അകലുമ്പോഴേക്കും പല പാർട്ടികളും അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തും. സ്വാഭാവികമാണത്. ഞങ്ങളുമായിട്ടുള്ള ആശയത്തോട് അദ്ദേഹം ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അദ്ദേഹവുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ കേന്ദ്രമന്ത്രി മുരളിയേട്ടൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ മധു മുല്ലശ്ശേരി BJP-യിൽ ചേരുകയാണ്. അതിന്റെ നടപടിക്രമങ്ങളാണ്. നാളെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് അദ്ദേഹം അംഗത്വം സ്വീകരിക്കും. അതാണ് വ്യക്തമാക്കിയ കാര്യം. നാളെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും അവിടേക്ക് എത്തുന്നുണ്ട്.